ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ സിദ്ധാർത്ഥും ചന്ദ്രികയും കൂടിയിട്ട് മേഘയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മേഘയെയും മുത്തശ്ശിയെയും മനോഹരനെയും അതോടൊപ്പം തന്നെ മനീഷിനെയും കൂട്ടിയിട്ട് അവരുടെ എൻഗേജ്മെൻറ്റിന് വരാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ മേഘയ്ക്ക് വല്ലാതെ എരിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. ചന്ദ്രിക ക്ഷണക്കത്ത് കൊടുത്ത സമയത്ത് മേഘം മുഖം തിരിച്ച് നിൽക്കുകയാണ്. അപ്പോഴേ ചന്ദ്രിക മുത്തശ്ശിയോടും മനോഹരനോടും പറയുന്നുണ്ട്, മുത്തശ്ശി നിങ്ങളും മനോഹരേട്ടനും എന്തായാലും വരണം, തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അവർ രണ്ടുപേരും സന്തോഷത്തോടെ പറയാണ്. അവരെ അങ്ങനെ സന്തോഷത്തോടെ പോകാൻ അനുവദിക്കരുത് എന്ന് മേഘയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പരിഹാസത്തോടെ പറയാണ്, എന്നെ മനീഷിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തു. നിങ്ങളുടെ കല്യാണ നിശ്ചയത്തിന് മഹേഷിന് ഇൻവിറ്റേഷൻ വെച്ചോ? അവൾ പരിഹാസത്തോടെ ചോദിച്ചു കേട്ടതും സിദ്ധാർത്ഥും ചന്ദ്രികയും ആകെ വല്ലാതാവുകയാണ്. അതുപോലെ തന്നെ മേഘയുടെ ചോദ്യം അസ്ഥാനത്താണെന്ന് മുത്തശ്ശിക്കും മനോഹരനും നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം മഹേഷ് ഓൾറെഡി ചന്ദ്രികയെ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി വേണമെങ്കിൽ ചന്ദ്രിക ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ മേഘയുടെ കാര്യം അങ്ങനെയല്ല. മേഘയും മനീഷും ഇതുവരെ ഡൈവോഴ്സ് ഒന്നും ആയിട്ടില്ല. മേഘയുടെ ആ ഒരു സംസാരം ചന്ദ്രികയെ ഒന്നുകൂടി വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സിദ്ധാർത്ഥ് അയാളെ സഹായിക്കുന്നതുമായിട്ട് സംബന്ധിച്ചിട്ട് ചന്ദ്രികയ്ക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. തൻ്റെ ചോദ്യം ചന്ദ്രികയെ വേദനിപ്പിച്ചെന്ന് മേഘയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അതുതന്നെയായിരുന്നു അവളുടെ ലക്ഷ്യവും. അതുകൊണ്ട് അവളുടെ മുഖത്ത് ആ ഒരു ഗൂഢമായ ചിരി ഉണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശി അവളെ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഏയ് എന്താ മേഘ, നീ ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ചന്ദ്രിക ക്ഷണക്കത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം അത് വാങ്ങിക്കുന്നതിന് പകരം വീട്ടിൽ വന്ന ആളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അവർ ദേഷ്യത്തോടെ മേഘയോട് സംസാരിക്കുകയാണ്. ചന്ദ്രികയുടെ മുഖം ആകെ വല്ലാതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു മേഘയോട് പറയുന്നുണ്ട്, മഹേഷിന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിലും ചന്ദ്രികയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. തനിക്ക് വേണ്ടി സിദ്ധു സംസാരിച്ചത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അടുത്തതായിട്ട് സിദ്ധു പറഞ്ഞത്, മഹേഷും ഇപ്പോൾ പഴയതുപോലെയല്ല, അവൻ ഒരുപാട് തെറ്റുകളൊക്കെ തിരുത്തി ഇപ്പോൾ അവനും നന്നായിട്ടുണ്ട്. ചന്ദ്രികയ്ക്കും മഹേഷിനും ഓൾറെഡി ഡൈവോഴ്സ് ആയതാണല്ലോ. ഇനി അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ട് ചന്ദ്രിക ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മേഘയും തലയാട്ടുമാണ് പരിഹസിച്ചുകൊണ്ട്. എന്നിട്ട് അവൾ ചന്ദ്രിക വെച്ച് നീട്ടിയിട്ടുണ്ടായിരുന്ന ക്ഷണക്കത്ത് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മേഘ അത് എടുത്ത് നോക്കി നിൽക്കുന്ന സമയത്ത് മേഘ അത് എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ പരിഹാസത്തോടു കൂടി ആസ്വദിക്കുവാണ്. കൊള്ളാലോ എന്നൊരർത്ഥത്തിൽ. എന്നിട്ട് അതിങ്ങനെ എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ തുറന്നു നോക്കി പേരൊക്കെ എഴുതിയതൊക്കെ നോക്കിയതിന് ശേഷം സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, സിദ്ധു, മഹേഷ് ഒരുപാട് മാറി, അവൻ നല്ലവനായി എന്നാണ് നീ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രികയെ കൊണ്ട് തിരിച്ച് അവനെ തന്നെ കല്യാണം കഴിപ്പിച്ചൂടെ? അത് കേട്ട സമയത്ത് ചന്ദ്രിക ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അവൾ വല്ലാതെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മേഘയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കു പറഞ്ഞാൽ മുത്തശ്ശിയും മനോഹരനും പോലും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, മേഘ, നിന്നോട് ഈ മര്യാദ കാണിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി. മേഘ അതത്ര വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. അപ്പോൾ സിദ്ധു ദേഷ്യത്തോട് ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക കണ്ടില്ലേ, ഇവക്ക് ക്ഷണക്കത്ത് കൊടുക്കാനല്ലേ നമ്മൾ വന്നത്. എന്നിട്ട് ഇവളെന്താ പറയുന്നതെന്ന് നീ നോക്ക്. ഇവളെയൊന്നും ഒരു കാലത്തും തിരുത്താൻ പറ്റില്ല. സിദ്ധുവിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും പേടിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ മേഘ അതത്ര വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. അവളിങ്ങനെ പുച്ഛത്തോടെ നിൽക്കുകയാണ്. സിദ്ധു ആണെങ്കിൽ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. സിദ്ധു പോവല്ലേ എന്നൊക്കെ അവർ പിന്നീന്ന് വിളിച്ച് പറയാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ പറയുന്നുണ്ട്, ചന്ദ്രിക വരാൻ നോക്ക്. അപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥിന് പിന്നാലെ പോകാൻ നോക്കിയപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, പോവല്ലേ ചന്ദ്രിക. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തട്ട് വാങ്ങിക്കാൻ പറയാണ്. അവർ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളൊരു തട്ടിലാണ് കൊണ്ടുപോകുന്നത്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് മുത്തശ്ശി വേഗം തന്നെ അത് വാങ്ങിയിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഇങ്ങോട്ട് തന്നേക്കും മോളെ, തീർച്ചയായിട്ടും ഞങ്ങൾ കല്യാണത്തിന് വരും. ചന്ദ്രിക വേഗം തന്നെ അത് അവർക്ക് കൊടുത്തിട്ട് സിദ്ധാർത്ഥിന് പിന്നാലെ പോവാണ്, ഒന്നും മിണ്ടാതെ. അപ്പോൾ ദേഷ്യത്തോടെ അവർ പോയപ്പോൾ മുത്തശ്ശി മേഘയോട് പറയുന്നുണ്ട്, ഏയ് മേഘ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക്, ഇതൊക്കെ നല്ലതാണോ? അപ്പോൾ മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ, നീ പറഞ്ഞ കാര്യത്തിന്, സിദ്ധുവിൻ്റെ ദേഷ്യത്തിന് അവൻ നിനക്ക് നല്ലൊന്ന് പൊട്ടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ വായിലുള്ള 3/4 ഭാഗം പല്ലും ഒന്നിച്ച് താഴേക്ക് വന്ന് വീണിട്ടുണ്ടാവും. എന്തോ നിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അവൻ നിന്നെ തല്ലാതെ പോയത്. അതെ, മുത്തശ്ശി അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ മേഘ പരിഹാസത്തോടെയും ദേഷ്യത്തോടെയാണ് തിരിച്ച് മറുപടി കൊടുക്കുന്നത്, നടക്കാത്ത കല്യാണത്തിന് എന്തിനാ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ? വേണേ നിങ്ങൾ 2 പേരും നോക്കിക്കോ, ഇവരുടെ 2 പേരുടെയും കല്യാണം ഈ ജന്മത്ത് നടക്കില്ല. അത് കേട്ടിട്ട് മുത്തശ്ശി മനോഹരനും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ മേഘ വല്ലാത്ത കോൺഫിഡൻസോടു കൂടിയാണ് പറയുന്നത്, ആ സ്വാമി അദ്ദേഹത്തിൻ്റെ പൂജ മുഴുവനായിട്ട് അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം ഞാൻ വിചാരിച്ചത് മാത്രമേ നടക്കുള്ളൂ.
മേഘയുടെ കോൺഫിഡൻസിൻ്റെ രഹസ്യം കേട്ടപ്പോഴാണ് മുത്തശ്ശിക്കും മനോഹരന് ദേഷ്യം തോന്നുന്നത്. ഇതും വിശ്വസിച്ചിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നടന്നത് തന്നെ അവർ മനസ്സ് പിറുവിറുക്കുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ അവളുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വലിയ കാര്യം പോലെ പോവുകയാണ്. അപ്പം മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, എടാ ഭ്രാന്ത് തന്നെയാണെടാ ഇവൾക്ക്, അയ്യയ്യേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അല്ല ചേച്ചി പോലും ഇത്രയധികം ക്രിമിനലായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കൊച്ചുമോൾ ഇത്രയധികം ക്രിമിനലായി പോയത്? അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ചിന്തിച്ചു നിന്ന സമയത്ത് മനോഹരൻ ഡൗട്ടോടെ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ഇനിയൊരു പക്ഷേ നിങ്ങളുടെ മോള് ഇത്രയധികം ക്രിമിനൽ ആയിരിക്കുമോ? ഡേയ്, എൻ്റെ മോള് എന്നെപ്പോലെ നല്ലവളാടാ എന്ന് പറഞ്ഞു കേട്ടത് മനോഹരന് ചിരി വരികയാണ്. മേഘയുടെ ശരീരത്തിലൂടെ ഓടുന്നത് എൻ്റെ മോളുടെ രക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ അവളുടെ അച്ഛൻ ശരവണൻ്റെ രക്തമാണെന്നാണ് തോന്നുന്നത്. ഓഹോ, അതാണ് ഇവൾ ഇത്രയധികം ക്രിമിനലായിട്ട് ആലോചിക്കുന്നത്. അത് പറഞ്ഞു തീർന്നതും അവർ തന്നെ സ്വയം ചിന്തിക്കുകയാണ്, അയ്യോ ഇനി എന്തൊക്കെയാണ് ഈ മേഘ കാട്ടിക്കൂട്ടുകയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചി, ഞാൻ സ്വപ്നം കണ്ടതുപോലെ നമ്മൾ രണ്ടുപേരും ആയിരിക്കും പിച്ച എടുക്കാൻ വേണ്ടി പോകുന്നത്, അത്രേ ഉള്ളൂ. അയ്യോ, മേഘയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പേടി തോന്നുവാണ് മനോഹര. എന്തു പറയാനാ ചേച്ചി എന്നൊക്കെ മനോഹരനും പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ടെറസിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവൾ ആകെ വിഷാദഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് സിദ്ധാർത്ഥ് ടെറസിൻ്റെ സമയത്തുകൂടി പോകുന്നത്. അവൻ നോക്കുമ്പോൾ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ചന്ദ്രിക നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നല്ല ഒരു സന്തോഷത്തിലായിരിക്കും എന്ന് കരുതിയിട്ടാണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ വന്ന സമയത്ത് ചന്ദ്രികയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ സിദ്ധു തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇല്ല, ഒന്നുമില്ല സർ, കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതാ ഞാൻ ഇവിടെ വന്ന് നിന്നത്. അപ്പോൾ സിദ്ധു അവളുടെ മുഖത്ത് ആ ഒരു വിഷമം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? രാവിലെ മേഘയ്ക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ സംസാരിച്ചത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു സർ. അത് കേട്ടപ്പോൾ തന്നെ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, മേഘ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടാണോ നീ ഇത്രയധികം വിഷമിക്കുന്നത്? വിട്ടേക്ക് ചന്ദ്രിക, അവളെക്കുറിച്ച് ആലോചിച്ചൊക്കെ ആരെങ്കിലും വിഷമിക്കോ? വാ മതി, താഴേക്ക് പോവാം. സിദ്ധാർത്ഥ് താഴേക്ക് നടക്കാൻ നോക്കുകയാണ് ചന്ദ്രികയും വിളിച്ചുകൊണ്ട്. പക്ഷേ ചന്ദ്രിക പിന്നെയും അവനെ വിളിക്കുന്നുണ്ട്, സർ എന്താ ചന്ദ്രിക, പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ചന്ദ്രിക വീണ്ടും അവളുടെ അടുത്ത ആവലാതി പറയാണ്, മഹേഷ് നന്നായി എന്നാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്, എന്നാൽ ഞാൻ അറിയുന്ന മഹേഷ് ഒരു കാലത്തും നന്നാവില്ല സർ, അയാൾ ഒരിക്കലും തിരുത്തുകയുമില്ല. ഞാൻ ഇത്രയധികം ടെൻഷനാവുന്നത് മേഘ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല. നിങ്ങൾ മഹേഷിനെ വിശ്വസിക്കുന്നതാണ് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് അവളുടെ ആ ഒരു ആവലാതി മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, ജാനകി അമ്മായിയെ ആപത്തിൽ നിന്നും സഹായിച്ചു എന്ന് കരുതിയിട്ട് അവനെ വിശ്വസിക്കല്ലേ സർ, അയാളുടെ അടുത്ത് എപ്പോഴും കുറച്ച് ജാഗ്രത വേണം സർ. അപ്പോൾ അവളുടെ ആ ഒരു വിഷമം മനസ്സിലാക്കിയിട്ട് സിദ്ധു കൂളായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, മഹേഷിനെ കൊണ്ട് നമ്മളെ എന്ത് ചെയ്യാൻ സാധിക്കുന്ന നീ പറഞ്ഞു വരുന്നത്? അവനെക്കുറിച്ച് ചിന്തിച്ച് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിർത്തൂ. അവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ചന്ദ്രികയ്ക്ക് പക്ഷേ എത്ര തന്നെ പറഞ്ഞിട്ട് അവളുടെ ഒരു ആവലാതി മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധു വീണ്ടും അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാലത്തും അവനെക്കുറിച്ച് കൊണ്ട് നമുക്കിനി ഒരു ശല്യം ഉണ്ടാവില്ല. പക്ഷേ എത്ര തന്നെ പറഞ്ഞിട്ടും ചന്ദ്രികയുടെ മനസ്സിൽ നിന്നും ആ ഒരു ടെൻഷനും ആ ഒരു ആവലാതിയും മാറുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് സിദ്ധു പറഞ്ഞത്, അയ്യോ ചന്ദ്രിക, ഞാൻ എന്തിനാ വന്നത് എന്ന് തന്നെ മറന്നുപോയി. നീ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ലേ, അത് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചന്ദ്രികയ്ക്ക് ആ കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. എന്താ സർ? അപ്പോൾ സിദ്ധു അവൻ്റെ പോക്കറ്റിൽ നിന്നും 2 മൈലാഞ്ചി എടുത്തിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രിക ഇതായിരുന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിദ്ധു നല്ല ഹാപ്പിയാണ്. നീ എന്നോട് മൈലാഞ്ചി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ, ഇന്നാ. പക്ഷേ ചന്ദ്രിക അത് വാങ്ങിയെങ്കിലും അവൾ വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ ഇതൊക്കെ ഇടണോ എന്നാണ് ആലോചിക്കുന്നത് സർ. ചന്ദ്രികയുടെ ആ ഒരു ടെൻഷൻ കണ്ടപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്ത് സംഭവിച്ചതാണ് നീ ഇത്രയധികം ടെൻഷനാവുന്നത്? ചന്ദ്രിക വിഷമത്തോടു കൂടി തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. അത് വിട് ചന്ദ്രിക, എൻ്റെ ചന്ദ്രിക എപ്പോഴും ഹാപ്പി ആയിട്ട് വേണം നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ കവിള് കൊണ്ട് ചിരിക്കുന്ന രീതിയിലാക്കുകയാണ്.
ചന്ദ്രികയും സിദ്ധുവിനൊപ്പം ചേർന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങോട്ട് നോക്ക് ചന്ദ്രിക, മേഘ എപ്പോഴും നിന്നെ വെറുപ്പേറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടേയും പറഞ്ഞുകൊണ്ടേയും നിൽക്കും. അതുകൊണ്ട് അവൾ പറഞ്ഞതാലോചിച്ച് നീ വേണ്ടാതെ ടെൻഷൻ ആവാൻ നിൽക്കേണ്ട. ശരി സർ. ശരി, എങ്കിൽ ഞാൻ നിനക്ക് മൈലാഞ്ചി ഇട്ട് തരാം, ഇങ്ങത്താ. അയ്യോ വേണ്ട, ഞാൻ ഇട്ടോളാം സർ. ചന്ദ്രിക അത് വിലക്കുകയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ തന്നെ നിനക്ക് മൈലാഞ്ചി ഇട്ട് തരാം. ഈ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ഞാൻ തന്നെ നിനക്കിപ്പോൾ മൈലാഞ്ചി ഇട്ട് തരാം. വാ ചന്ദ്രിക, ഇവിടെ ഇരിക്കുക, ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക അവൻ്റെ അടുത്ത് അവിടെ ഇരിക്കുകയാണ് ടെറസിൽ. അപ്പോൾ സിദ്ധു വാനത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അല്ല ചന്ദ്രിക, ഇതെന്താ ആകാശത്ത് നക്ഷത്രത്തെയും ചന്ദ്രനെയൊന്നും കാണാത്തത്? അപ്പോൾ ചന്ദ്രികയും തമാശ രൂപേണ പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ ചന്ദ്രൻ താഴെ വന്നിരിക്കുകയാണ് സർ. അവളെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ആ ഒരു വെളിച്ചവും സൗന്ദര്യമൊക്കെ അവളിലുണ്ടെന്നുള്ളൊരു അർത്ഥത്തിൽ. അത് കേട്ട് സിദ്ധു അവളും കൂടെ ചേർന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് അവളോട് പറയുന്നുണ്ട്, ഈ ഒരു അവസരം ആർക്ക് വേറെ കിട്ടും? നിലാവിനാണ് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് കേട്ടതും ചന്ദ്രികയും ചിരിക്കുകയാണ്. ശേഷം സിദ്ധു അവളുടെ കയ്യിൽ നിന്നും മൈലാഞ്ചി വാങ്ങിയിട്ട് അവളുടെ കൈകളിലേക്ക് ഇട്ട് നോക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവർ രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു പ്രണയഗാനം ഉണ്ടായിരുന്നു. സിദ്ധു വളരെയധികം മനോഹരമായിട്ടാണ് ചന്ദ്രികയുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. അവർ രണ്ടുപേരും ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രികയെ കാണാനായിട്ട് മലർ അങ്ങോട്ടേക്ക് വരുന്നത്. മലർ ടെറസിന് പുറത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് കാണുന്നത് സിദ്ധു ചന്ദ്രികയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മലർ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അവളിങ്ങനെ വിഷമത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും ഇതൊന്നും അറിയാതെ അവരുടെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം കരഞ്ഞുകൊണ്ട് മലർ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി സർ? അതായത് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരുന്ന സമയത്ത് ആരതി എന്നോട് അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ? നിൻ്റെ കയ്യിലുള്ള മൈലാഞ്ചി കണ്ടിട്ട് നാളെ അവൾ നിന്നോട് ആരാ നിനക്ക് മൈലാഞ്ചി ഇട്ട് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടും ഞാനാ ഇട്ട് തന്നത് എന്ന് പറയരുത് കേട്ടോ. എന്തിനാ സർ അങ്ങനെ പറഞ്ഞത്? ആരതി പാവല്ലേ, അവൾക്കും കൂടി ഇട്ട് കൊടുത്തുകൂടായിരുന്നോ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, അവൾക്കങ്ങനെ മൈലാഞ്ചി ഇടണമെന്നുണ്ടെങ്കിൽ അവൾ ആകാശിൻ്റെ അടുത്ത് പോട്ടെ. അങ്ങനെ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് പരസ്പരം നോക്കിയും പ്രണയിച്ചും രണ്ട് കൈ നിറയെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ചന്ദ്രികയ്ക്ക്. അവസാനം സിദ്ധു അവളോട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക, ഞാൻ ഇട്ട് തന്ന മൈലാഞ്ചി എങ്ങനെയുണ്ട്? ചന്ദ്രിക അവളുടെ രണ്ട് കൈകളിലേക്ക് നോക്കി അതിശയത്തോടെ പറയുന്നുണ്ട്, ഒരുപാട് നന്നായിട്ടുണ്ട് സർ. സത്യമായിട്ടും നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മൈലാഞ്ചിയാണോ ഇഷ്ടപ്പെട്ടത് അതോ മൈലാഞ്ചി ഇട്ട് തന്ന ആളെയാണോ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മൈലാഞ്ചിയാണ് ഇഷ്ടപ്പെട്ടത്. എടി ദുഷ്ടേ, അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അത് കേട്ടതും ചന്ദ്രിക പൊട്ടിച്ചിരിക്കുകയാണ്. മൈലാഞ്ചിയും ഇഷ്ടപ്പെട്ടു, മൈലാഞ്ചി ഇട്ട് തന്ന ആളെയും ഇഷ്ടപ്പെട്ടു. ചന്ദ്രിക നാണത്തോടെ പറയുന്നത് കേട്ടപ്പോൾ സിദ്ധു അവളെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെയും ഒരുപാട് സമയം അവർ രണ്ടുപേരും അവിടെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വീട് നിറയെ അലങ്കരിക്കാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ മുത്തശ്ശനും നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അത് കണ്ടിട്ട് ജാനകിയും ലക്ഷ്മിയും മഹേന്ദ്രനും പരസ്പരം നോക്കുന്നുണ്ട്. മാത്രമല്ല ലക്ഷ്മി പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാമ, നിങ്ങൾ എന്താ മാമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണത്തിന് ഞാൻ ചെയ്യാതെ മറ്റാരാ മോളെ ചെയ്യുക? ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റൊരു കാര്യത്തിനും കിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ട് ജാനകിയും മഹേന്ദ്രനും പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ അദ്ദേഹത്തോട് തമാശയായിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എന്താ മോനെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ഇത്രയധികം അച്ഛൻ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ കൊച്ചുമക്കളുടെ കല്യാണത്തിനാണല്ലേ ഇത്രയധികം സന്തോഷിക്കുന്നത്? പിന്നല്ലാതെ മഹേന്ദ്ര, നിൻ്റെ കൊച്ചുമക്കൾക്ക് ഇതുപോലൊരു വിശേഷ ദിവസം വരട്ടെ, അപ്പോഴേ എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും പുഞ്ചിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട്. അപ്പോഴേക്കും ആരതി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതേസമയം ചന്ദ്രികയാണെങ്കിൽ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്. ആരതി അടുത്തെത്തിയപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, ആരതി മോൾ റെഡിയായോ? റെഡിയായി അമ്മ. ഇനിയും കുറച്ചു നേരം കൊണ്ട് നമ്മുടെ വീട്ടിൽ ആളുകളൊക്കെ വന്നു തുടങ്ങും. നീ പോയിട്ട് ചന്ദ്രികയെ റെഡിയാക്ക്. ആ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് ആരതി ചെല്ലുന്ന സമയത്ത് ചന്ദ്രിക കുളിച്ചിറങ്ങി വന്നതേ ഉള്ളൂ. അയ്യോ, ആളുകളൊക്കെ ഇപ്പോൾ തന്നെ എത്തും, ഇനിയും നീ മാറ്റിയില്ല ചന്ദ്രിക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ ഒരു വെപ്രാളത്തോടെ പറയുന്നുണ്ട്, ഓ ഞാൻ ഇപ്പം തന്നെ റെഡിയാവാന്നൊക്കെ.
അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ചെയ്തു തരാം. എൻ്റെ ഹെയർ സ്റ്റൈൽ നിനക്ക് ഇതുവരെ അറിയില്ലല്ലോ. ഇല്ല ആരതി, എങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പോയി സാരിയൊക്കെ ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക പോവാണ്. ആരതി തന്നെയാണ് ചന്ദ്രികയ്ക്ക് ചുറ്റാനുള്ള സാരി എടുത്തു കൊടുത്തത്. ചന്ദ്രിക സാരി ചുറ്റി വന്ന സമയത്ത് ആരതി തന്നെ അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ സാരിയിൽ നീ ഇത്രയധികം സുന്ദരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ആരതി പറയാണ്. വാ, നെക്സ്റ്റ് ഹെയർ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഞാനിതുവരെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് നീ കണ്ടതല്ലല്ലോ. ഇല്ല എങ്കിൽ വാ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ ഹെയർ ഡ്രയർ വെക്കാൻ പോയ സമയത്ത് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവൾക്കതൊക്കെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആരതി തുടങ്ങുവാണ്. ആദ്യം മുടി ഉണക്കിയെടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അത് ചെയ്യുകയാണ്. പിന്നീട് ചന്ദ്രികയുടെ ഹെയർ സ്റ്റൈലൊക്കെ വേറൊരു രീതിയിലാണ് കെട്ടിക്കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ആ സമയത്താണ് മലർ അങ്ങോട്ടേക്ക് വരുന്നത്. മലരും ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രികയും ആരതിയും ചേർന്നിട്ട് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറി നിന്ന് കാണുന്ന സമയത്ത് മലറിന് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അമ്മയെ തനിക്ക് നഷ്ടപ്പെടാൻ പോവാണോ എന്നൊരു ചിന്ത. പക്ഷേ ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ അവൾ തിരിച്ചവിടെ നിന്നും പോവുകയാണ് മൗനമായിട്ട്. ആ സമയത്ത് ചന്ദ്രികയുടെ ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രികയ്ക്ക് അടുത്തതായിട്ട് ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കുകയാണ്. ആ സമയത്താണ് ആരതി കാണുന്നത് ചന്ദ്രികയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത്ര നന്നായിട്ട് മൈലാഞ്ചി ഇടാൻ അറിയായിരുന്നോ? എന്നോട് എന്താ ഇതുവരെ പറയാതിരുന്നത്? അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, സിദ്ധു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടും ചന്ദ്രിക പറയുന്നുണ്ട്, ഇത് എനിക്ക് സിദ്ധു സാർ ഇട്ട് തന്നതാണെന്ന്. അത് കേട്ടപ്പോൾ ആരതി തമാശയായിട്ട് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ, ആഹാ സിദ്ധു ആണല്ലേ നിനക്ക് മൈലാഞ്ചി ഇട്ട് തന്നത്? ഞാനും അവനോട് എനിക്ക് ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ, അവന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രിക പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കാരണം സിദ്ധു പറയരുതെന്ന് പറഞ്ഞതാണല്ലോ. അതിനുശേഷം ആരതി ബാക്കിയുള്ള ഓർണമെൻറ്റ്സൊക്കെ ചന്ദ്രിക അണിയിച്ചൊരുക്കുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.